ഹലോ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് വലിയൊരു സ്വാഗതം. ഇന്ന് എന്റെ മുഖത്തെ ഈ ചിരി കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും ഇത് എളുപ്പത്തിൽ കിട്ടിയതാണെന്ന്. പക്ഷേ ഇതിനു പിന്നിൽ ഒരുപാട് വർഷത്തെ കാത്തിരിപ്പിന്റെയും കണ്ണുനീരിന്റെയും ഒരു കഥയുണ്ട്. കല്യാണം കഴിഞ്ഞാൽ പെണ്ണുങ്ങളുടെ പഠനം കഴിഞ്ഞു എന്ന് വിധി എഴുതുന്നവർക്ക് മുന്നിൽ 10ാം ക്ലാസ്സിൽ തോറ്റുപോയ ഒരു പെൺകുട്ടിക്ക് എങ്ങനെ തന്റെ സ്വപ്നങ്ങൾ കീഴടക്കാം എന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് വന്നത്. ഇന്ന് ഞാനൊരു ബിരുദധാരിയാണ്. എന്റെ തുടക്കം പരാജയത്തിൽ നിന്നായിരുന്നു. 10ാം ക്ലാസ് റിസൾട്ട് വന്ന ആ ദിവസം ഞാൻ ഒരുപാട് കരഞ്ഞു. ലോകം മുഴുവൻ എനിക്ക് മുന്നിൽ അവസാനിച്ചതുപോലെയാണ് അന്ന് തോന്നിയത്. പക്ഷേ തളർന്നിരിക്കാൻ എനിക്ക് മനസ്സില്ലായിരുന്നു. ആ വാശിയിൽ ഞാൻ വീണ്ടും പരീക്ഷ എഴുതി. 10ാം ക്ലാസ്സും +2ഉം പാസ്സായി. അന്നേ എന്റെ ഉള്ളിൽ ഒരു സ്വപ്നമുണ്ടായിരുന്നു, എനിക്കും ഒരു ഡിഗ്രി വേണമെന്ന്. വിവാഹം കഴിഞ്ഞതോടെ എന്റെ ലോകം മക്കളും വീടുമായി മാറി. പക്ഷേ എന്റെ ഈ ആഗ്രഹം എന്നേക്കാൾ നന്നായി തിരിച്ചറിഞ്ഞ ഒരാളുണ്ട്. എന്റെ ഇക്കാക്ക. നിനക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ കൂടെയുണ്ട് എന്ന് ഇക്കാക്ക തന്ന ആ ധൈര്യം, അതുമാത്രമാണ് ഇന്ന് എന്നെ ഇവിടെ എത്തിച്ചത്. പകൽ മുഴുവൻ ഓട്ടോ ഓടിച്ച് തളർന്നുവരുന്ന ഇക്കാക്കയെയും മക്കളെയും സ്നേഹത്തോടെ ഉറക്കിയ ശേഷമായിരുന്നു ഓരോ രാത്രിയിലും എന്റെ പഠനം. പക്ഷേ എന്റെ പരീക്ഷയുടെ തൊട്ടുമുമ്പുള്ള ആ ദിവസം ഞാൻ ഒരിക്കലും മറക്കില്ല. കുട്ടികൾക്ക് അസുഖം വന്ന് ഹോസ്പിറ്റലിൽ കാണിച്ചതോടെ ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന പണം മുഴുവൻ തീർന്നുപോയിരുന്നു. പരീക്ഷയ്ക്ക് പോകാൻ വണ്ടിക്കൂലിക്ക് പോലും പണമില്ലാതെ ഞാൻ തളർന്നിരുന്നു. ആരോടും ചോദിക്കാനും വയ്യ. ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വന്നപ്പോൾ ഇക്കാക്ക എന്നോട് പറഞ്ഞു, നാജിയെ, എനിക്കിന്ന് രാത്രി ഒരു സവാരി പോകാനുണ്ട്, വരാൻ വൈകും, നീ മക്കളെയും കൂട്ടിയുറങ്ങിക്കോളൂ എന്ന്. മനസ്സില്ലാ മനസ്സോടെ ഞാൻ ഇക്കാക്കയെ കാത്ത് മേശയിൽ തലവെച്ച് പഠിക്കാനിരുന്നു. എപ്പോഴോ ഞാൻ അവിടെ കിടന്ന് ഉറങ്ങിപ്പോയി. പുലർച്ചെ വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടാണ് ഞാൻ ഞെട്ടിയുണർന്നത്. നോക്കുമ്പോൾ തളർന്നുവാടിയ മുഖവുമായി ഇക്കാക്ക മുന്നിൽ നിൽക്കുന്നു. അപ്പോഴാണ് ഞാൻ അറിഞ്ഞത്, എന്റെ പരീക്ഷയ്ക്ക് പോകാനുള്ള പണം കണ്ടെത്താൻ രാത്രി മുഴുവൻ ഉറക്കമൊഴിഞ്ഞ് ഇക്കാക്ക ഓട്ടോ ഓടിക്കുകയായിരുന്നു എന്ന്. അത് കണ്ടപ്പോൾ എന്റെ നിയന്ത്രണം പോയി. ഞാൻ ഇക്കാക്കയെ കെട്ടിപ്പിടിച്ച് ഒരുപാട് പൊട്ടിക്കരഞ്ഞു. ഇക്കാക്കയെ ഇത്രയും കഷ്ടപ്പെടുത്തി എനിക്ക് ഈ പഠനം വേണ്ട എന്ന് ഞാൻ കരഞ്ഞു പറഞ്ഞു. പക്ഷേ ഇക്കാക്ക എന്റെ കണ്ണുനീർ തുടച്ചുകൊണ്ട് പറഞ്ഞു, നാജിയെ, നീ വേഗം റെഡിയാകൂ, നമുക്ക് പരീക്ഷയ്ക്ക് പോകണം. ആ വാക്കുകൾ തന്ന കരുത്തിലാണ് ഞാൻ അന്ന് പരീക്ഷാ ഹാളിലേക്ക് കയറിയത്. ഇന്ന് ഈ ബിരുദം എന്റെ കയ്യിലുണ്ടെങ്കിൽ അതിന്റെ മുഴുവൻ അവകാശിയും എന്റെ ഇക്കാക്കയാണ്. കൂടെ നിൽക്കാൻ ആത്മാർത്ഥമായി ഒരാളുണ്ടെങ്കിൽ ഏതൊരു പെണ്ണിനും ആകാശത്തോളം ഉയരത്തിൽ പറക്കാം. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങളോടും എന്റെ പ്രിയപ്പെട്ട ഇക്കാക്കയോടും ഒരുപാട് നന്ദി. എന്റെ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. എല്ലാവർക്കും സ്നേഹത്തോടെ